അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വീഡിയോ ഒന്നും കട്ട് ചെയ്ത് കളയാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ആ വീഡിയോ ഫുള്ളായിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാനാണ് എന്തായാലും. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ആ ചേട്ടനെ ഓവർടേക്ക് ചെയ്ത് പോന്നു. ഒരു ഐശ്വര്യ പുറകിലുണ്ട്. അപ്പോൾ അയാളെ ഓവർടേക്ക് ചെയ്ത് പോന്നു. പുള്ളിക്കാരനാണെങ്കിൽ എല്ലാ വളവിലും ചെന്നിട്ട് ഗിയറും മാറില്ല. അവിടെ ചെന്നിട്ട് വലിമുട്ടി അടുത്ത ഗിയറിടും. അപ്പോൾ നമ്മളും അതിൻ്റെ പുറകെ കിടന്നിട്ട് ഗിയർ മാറണം. ആ ഒരു മൂഡിൽ പുള്ളിയുടെ പുറകിൽ ഓടിച്ചു പോകാനായിരുന്നു. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇവിടെ വെച്ച് തന്നെയായിരുന്നു പുള്ളിനെ കയറാൻ പറ്റുമെന്ന്. അങ്ങനെ ഇവിടെ വെച്ച് തന്നെ കയറി. ഓക്കെ, ഇനിയിപ്പോൾ സമാധാനമായിട്ട് ഓടിച്ചുകൊണ്ട് പോവാം. ഇതിപ്പോൾ പുറകിൽ കുറേ അകലത്തിനാണ് ബാക്കിൽ കാണുന്നത്. പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഒടുക്കത്തെ കയറ്റമാണല്ലോ. അപ്പോൾ ആ കയറ്റം കയറിയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു 40 പോയിട്ടുണ്ടായിരുന്നു. ആ വണ്ടിയിൽ ഇപ്പോൾ കാണാൻ പോലും ഇല്ല. അങ്ങനെ നേരെ വിട്ടു പോയി. ഇപ്പോൾ അയാളെ പിടിക്കണം. അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം പോയില്ലെങ്കിൽ വല്ല വഴിയിൽ വല്ല പഞ്ചറോ വല്ല കിട്ടിക്കഴിഞ്ഞാൽ വിളിച്ചാൽ കിട്ടുന്നൊരു ദൂരത്തിറങ്ങി പുള്ളി വണ്ടി ഒതുക്കിയിട്ട് വരുമല്ലോ എന്നുള്ള പ്രതീക്ഷ. പണ്ടേ ഒരു 7 വണ്ടിയായിട്ട് മണ്ടിയിൽ മൈസൂർ മണ്ടിയിൽ പോയിട്ട് അരി ലോഡ് എടുക്കാൻ വേണ്ടി പോയതാണ്. 7 പോയിട്ട് 6 ദിവസം അവിടെ കിടന്നിട്ടാണ് ആ ലോഡ് കിട്ടിയത്. ആ ലോഡും കിട്ടി തിരിച്ചു തന്നെ വഴിക്ക് ബാക്കി 6 വണ്ടിയും ടയർ പഞ്ചറായിട്ട് അവിടെ ഇവിടെയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. നെല്ലിപ്പള്ളിയുടെ വണ്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയത് മറ്റേ ജോർജ് ഫീൽസിൻ്റെ ട്രെയിലറായിരുന്നു. പുത്തൻ വണ്ടിയായിരുന്നു. അതിന് പിന്നെ എഞ്ചിൻ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പുത്തൻ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു ആ വണ്ടിയൊക്കെ. അപ്പോൾ ഞങ്ങൾ പോയത് ആ വണ്ടിയിൽ ഞാനും വേറൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കൂടി പോയിട്ട് ഞങ്ങൾ കൊപ്പത്തെത്തിയപ്പോഴാണ് ഞങ്ങൾക്കൊരു പഞ്ചർ കിട്ടിയത്. ബാക്കി എല്ലാ വണ്ടിയും ആ വഴിയിൽ അവിടെ ഇവിടെയൊക്കെ വണ്ടി നിർത്തിയിട്ടേക്ക് ടയർ മറിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ വണ്ടി നിർത്തി സഹായിച്ചു കൊടുത്ത്. പിന്നെ ഞങ്ങൾ പതുക്കെ അപ്പോൾ ആ സഹായിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വണ്ടിയുടെ ടയറൊക്കെ തണുത്തതുകൊണ്ട് ഞങ്ങൾ അന്ന് ഫ്രീ ആയിട്ട് ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ നമ്മൾ ഇറക്കമൊക്കെ ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോൾ നേരെ നമ്മുടെ ഒരു സർക്കാർ വണ്ടി റോഡിൻ്റെ നടുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കും. അവിടെ സിംഗിൾ ലൈനാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിൽ നിന്നുള്ള വണ്ടി വിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള വണ്ടി വിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ 40 മുമ്പിൽ പോയ 40 കണ്ട് കയറ്റി വിട്ടു. അപ്പോൾ എന്നോട് അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. അവിടെ ഒരു മെക്കാനിക് ഉണ്ട് റൈറ്റ് സൈഡിൽ. അയാളാണ് അപ്പോൾ അവിടെ മറ്റേ ട്രാഫിക്ക് നോക്കിയത്. പോലീസുകാരൊന്നുമില്ല, നാട്ടുകാരൻ നോക്കിക്കൊണ്ടിരുന്നത് ചോദിച്ചു. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതേപോലെ മൊത്തം ബ്ലോക്കാവും. ഞാൻ ആ വലിയ വണ്ടി വിട്ടിട്ട് ഞാനപ്പോൾ അവനോട് കാര്യം പറഞ്ഞു. ചേട്ടാ ഞാൻ ആ വണ്ടിയുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് വഴിയൊന്നും പാടില്ല, രണ്ടുപേരും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവനിപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യം പറഞ്ഞിട്ട് പോയായിരുന്നു. ഇതിപ്പോൾ ഇപ്പോൾ വരുമോ? അവനോടങ്ങനെ പറഞ്ഞതുകൊണ്ട് അവനെ കുറച്ച് വണ്ടി കയറ്റി വിട്ടിട്ട് അപ്പോൾ തന്നെ എനിക്ക് പോകാനുള്ള വഴി റെഡിയാക്കി തന്നു. അപ്പോൾ അത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ റൈറ്റ് മാക്സിമം കയറ്റി വെച്ചാണല്ലോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാറുകാർ കയറ്റി കൊണ്ട് പോയിട്ട് വണ്ടിയിലേക്ക് ഓടിച്ചിട്ട് പോകുന്നു. എന്നാൽ പോയി. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഗ്യാപ്പ് കിട്ടി. ഗ്യാപ്പ് തന്നാൽ കയറിപ്പിക്കുമെന്നുള്ള രീതിയിൽ പറഞ്ഞു. ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ലോറി വട്ടം കയറി വന്നതാണ്. മറ്റേ അവിടുത്തെ നാട്ടുകാരനെ ഓടിച്ചിട്ട് അവനെ പതുക്കെ റിവേഴ്സ് എടുപ്പിച്ച്. എന്നാലും കറക്റ്റ് ടൈറ്റായിരുന്നു എനിക്ക് അവിടെ നിന്ന് പാസ്സായി പോരാനായിട്ട്. ഇനിയാണ് പണി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഹൈ ഗിയറിൽ തന്നെ ഇറങ്ങാൻ പറ്റുള്ളൂ. ഗിയർ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി RPM കൂടും, വണ്ടിക്ക് സ്പീഡ് കൂടും, ബ്രേക്ക് ഔട്ടേണ്ടി വരും, ടയർ ചൂടാവും, പഞ്ചറാവും.
പഞ്ചറടിക്കല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ട്രിപ്പ് മുഴുവൻ പോന്നേക്കുന്നത്. പഞ്ചറെങ്ങാനും അടിക്കേണ്ടി വന്ന വിധിയാണ് അവതാരം. പക്ഷേ ഇന്നലെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ചോറ് പോലും കഴിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. ആ വണ്ടിയിലുള്ള വെള്ളവും ആ പക്ക അവിടെ ഇരുന്ന് വണ്ടിയിൽ നിന്ന് വെച്ചാൽ അത് ആ കുരങ്ങന്മാർ ടെൻറ്റുകൾ എടുത്തുകൊണ്ട് പോയി. പിന്നെ രക്ഷയില്ല, ഒരു സാധനം മേടിച്ച് വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. പഞ്ചറെങ്ങാനും കിട്ടിയാൽ തീർന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് വണ്ടിയിട്ട് പറപ്പിക്കണമെന്ന് വെച്ചാൽ മറ്റേ വണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അത് കുറേ ദൂരമായി പോയി, കാരണം അവിടെ ബ്ലോക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ ആ വണ്ടി കുറേ മുമ്പിലായി പോയി. അപ്പോൾ ഒപ്പത്തിനൊപ്പം എത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറകെ പിടിക്കുകയാണ് സാധനം. അല്ലെങ്കിൽ ആ വണ്ടി കയറി പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും വണ്ടി കാഴ്ചയില്ലെങ്കിൽ എൻ്റെ കാര്യം വിധിയാവുന്നത്. കാരണം അതിനെ എങ്ങനെയും പിടിക്കാൻ വേണ്ടി നോക്കണേ. അതായത് പിന്നെ റോഡ് ഇത്തിരി കട്ടറുണ്ടെന്നല്ലാണ്ട് അധികം വലിയ കലിപ്പില്ല, കുഴിയൊന്നുമില്ല, വലിയ ചെറിയ കട്ടർ മാത്രമേ ഉള്ളൂ. പിന്നെ ആദ്യത്തെ വീഡിയോയിൽ കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മറ്റേ ഡാഷ്ബോർഡ് എന്താ മൂടിയിട്ടേക്കുന്നത്. അത് ഈ ലൈറ്റ് നമ്മുടെ സൂര്യപ്രകാശം ഇങ്ങനെ അടിച്ചിട്ടേ നമ്മുടെ കണ്ണിലോട്ട് തന്നെ അടിക്കണം. കാരണം രാത്രി വരെയൊക്കെ ഉറങ്ങിയിട്ടില്ലെന്നത് അത് കാരണം തന്നെ കണ്ണിട്ട് പ്രകാശം അടിക്കുമ്പോഴേ കണ്ണ് അടഞ്ഞു പോകും, അത് രക്ഷയില്ല. അതാണ് കൂളിംഗ് ഗ്ലാസ് എടുത്തില്ലേ, അത് കാരണം കണ്ണിട്ട് ഗ്ലാസ് അടിക്കുന്ന ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് അവിടെ RPM കാണുന്ന സ്ഥലം മാത്രമേ ഇങ്ങനെ ജസ്റ്റ് തുറന്നിട്ടിട്ട് പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഇടയ്ക്ക് അതൊന്ന് നോക്കിയിട്ട് നമ്മുടെ മറ്റേ ഹീറ്റും കൂടി ഇതും കൂടി നോക്കും, ടെമ്പറേച്ചറും കൂടി നോക്കും. വേറെ കാര്യമൊന്നും നോക്കേണ്ട ആവശ്യമില്ല, കാരണം വണ്ടി വലിയ കുഴപ്പമൊന്നുമില്ലാത്ത വണ്ടിയാണ്. ഒരു വലിയ കുറവുണ്ടെന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്നാലും നടന്ന് കയറി പോകുന്നുണ്ട്, എല്ലാ കയറ്റും അടിപൊളിയായിട്ട് കയറുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. ഈ ലോഡിന് ഈ വണ്ടിയൊക്കെ മതി. ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇന്നലെ വെളുപ്പിന് ഇവിടെ നിന്ന് റൗണ്ടിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കയറിപ്പോയി അങ്ങോട്ട് പോകണ വഴി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വഴി തെറ്റിപ്പോയി. അവിടെ നാട്ടിൽ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞൊരു ജസ്റ്റ് ഒരു 5-6 വണ്ടിപ്പാട് മുമ്പിലേക്ക് പോയപ്പോൾ തന്നെ ഒരു ഓട്ടോറിക്ഷക്കാരൻ കൈ കാണിച്ച്, അല്ലെങ്കിൽ അങ്ങോട്ട് പോയാൽ അതല്ല വഴി, ഇതാണ് വഴി എന്ന് പറഞ്ഞു. അവന് കാര്യം മനസ്സിലായി, അങ്ങോട്ടല്ല പോകേണ്ടതെന്ന് മനസ്സിലായി. അവനെന്തോ വണ്ടിയെക്കുറിച്ച് പരിചയമുള്ളൊരുത്തനായിരുന്നു, ആരുടെ രക്ഷപ്പെട്ട്. പിന്നെ അവിടെ നിന്ന് തന്നെ റിവേഴ്സ് എടുത്തു, കാരണം ഫ്രണ്ടിലോട്ട് പോയാൽ തിരിക്കാനുള്ള സ്പേസൊന്നും ഇല്ലെന്ന് അവൻ പറഞ്ഞു. ഫ്രണ്ടിലോട്ട് പോകണ്ട, വണ്ടി ബാക്കിലില്ല പോരെന്ന് പറഞ്ഞിട്ട് അവൻ റിവേഴ്സ് എടുപ്പിച്ച് വണ്ടി എടുത്ത് അവിടെ നിന്ന് തിരിച്ച് സിഗ്നൽ റൗണ്ടിൽ വന്നിട്ട് അവിടെ നിന്ന് റൈറ്റ് കയറി അങ്ങോട്ട് തിരിഞ്ഞ് പോയി. അവിടെ 2-3 ബസ് കിടക്കണേ, റൈറ്റ് തിരിയണതിൻ്റെ അവിടെ ഒരു KSRTC, പിന്നെ അവിടെ നിന്ന് TNR മറ്റേ അവരുടെ വണ്ടി, തമിഴ്നാട് വണ്ടി 2 അവിടെ ഒതുക്കിയിട്ടാണ്. അപ്പോൾ അവർക്ക് അത് സ്റ്റാൻഡാണെന്ന് വിചാരിച്ചു. കുറേ കൊല്ലമായിട്ട് ഇങ്ങോട്ട് പറയാത്തതുണ്ട്, അത് സ്റ്റാൻഡാണെന്ന് വിചാരിച്ചു. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പടിയാൻ വേണ്ടിയാണ്. അപ്പോൾ ആ സ്ഥലം കണ്ടപ്പോൾ മനസ്സിലായില്ല. പിന്നെ ആ ബസ് ഹോൺ അടിച്ച് കഴിഞ്ഞപ്പോൾ ബസ് അങ്ങോട്ട് മാറ്റി. അപ്പോൾ അവിടെ പിന്നെയാണ് വഴി കണ്ടത്, അത്രയും വലിയ വഴി റൈറ്റിലേക്ക് ഇറങ്ങി. ഞാനിപ്പോൾ വന്ന വഴി അവിടെ എത്തിയപ്പോഴാണ് കാണുന്നത്. അവൻ പറഞ്ഞുകൊണ്ട് മനസ്സിലായില്ല, ഈ അങ്ങോട്ട് കയറി പോയത്തേക്ക് എൻ്റെ വിധിയായിരുന്നു. അവിടെ വണ്ടി തിരിക്കാനും അറിയില്ല, മുമ്പിലോട്ട് പോയാൽ. ടൗണിലെത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ മുമ്പിൽ മറ്റേ വണ്ടി പോകുന്നുണ്ട്. ആ വണ്ടി ഇപ്പോൾ ആ സിഗ്നലിൻ്റെ അവിടെ എത്താറായി. കുഴപ്പമില്ല, കാഴ്ചപ്പാടിൽ വണ്ടിയുണ്ട്.
അങ്ങനെ കൂടല്ലൂർ ടൗണൊക്കെ പാസ്സായി ഇവിടെ നിന്ന് തിരിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നല്ലൊരു പ്ലാന്റേഷനൊക്കെ കിട്ടി. അടിപൊളി. ആ റോഡ് നല്ല രസമുണ്ടായിരുന്നു. അവിടെ പിന്നെ വലിയ തിരക്കില്ല, നല്ല റോഡ് വരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ല സ്മൂത്തായിട്ടാണ് ഒഴിച്ച് പോകാൻ പറ്റുന്നുണ്ട്. ഹൈ ഗിയറിട്ട് വണ്ടി ഇറങ്ങിയിട്ട് RPM 30ൻ്റെ മുകളിലോട്ട് വിടും. 30 കഴിഞ്ഞ് അതിൻ്റെ മുകളിലോട്ട് പോകണേ വണ്ടി. രക്ഷയില്ല. കാരണം ചവിട്ടാണ്ടിരിക്കാനും പറ്റില്ല. കാരണം മുമ്പിൽ ലോറി പോയിട്ട് അവനൊക്കെ മറ്റേ ഇതൊക്കെയുള്ള വണ്ടിയാണ്, എൻജിൻ ബ്രേക്കൊക്കെ ഉള്ള വണ്ടി ആയതുകൊണ്ട് ഗിയറിൻ്റെ സ്ലോയും അത് കൂടാണ്ട് അവൻ എൻജിൻ ബ്രേക്ക് ഇട്ട് അതും സ്ലോ ആക്കുന്ന വണ്ടി. അപ്പോൾ നമ്മൾ അവിടെ ഓടിയതിന് മുമ്പ് അതിൻ്റെ ബാക്കിലെത്തിപ്പോകും പെട്ടെന്ന്. ബ്രേക്ക് ചവിട്ടാതിരിക്കാൻ പറ്റില്ല, ഓവർടേക്ക് ചെയ്യാനും പറ്റില്ല. കാരണം അവൻ ആ വളവൊക്കെ വരുമ്പോഴാണ് ഈ ബ്രേക്ക് ചവിട്ടുന്നത്. ബ്രേക്ക് ചവിട്ടണമല്ല, ആ എൻജിൻ ബ്രേക്കൊക്കെ ഇട്ട് സ്ലോ ആക്കുന്നത്. ആ കറക്റ്റായിട്ട് അവൻ മാക്സിമം സ്ലോ ആയിരുന്നു. ഈ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ബൈക്കുകാരൻ അയാൾ എന്താണെന്ന് അറിയാൻ പാടില്ല. അയാൾ കുറേ നേരമായിട്ട് എൻ്റെ പുറകിലും മുമ്പിലും ഇപ്പോൾ കൊണ്ടുവന്ന് നിർത്തി, റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഒന്നും പറഞ്ഞൊന്നുമില്ല, എന്താ കാര്യമൊന്നും അറിയില്ല. അയാൾ എന്നെ ഓവർടേക്ക് ചെയ്ത് കുറേ പോവും, പിന്നെ കുറച്ച് നേരത്തെ അവിടെ നിർത്തിയിട്ടുണ്ടാവും, പിന്നെ എന്നെ ഓവർടേക്ക് ചെയ്യും, അപ്പം തന്നെ എവിടെയെങ്കിലും കൊണ്ട് നിർത്തും. 2-3 പ്രാവശ്യമായി പുള്ളി ഇങ്ങനെ കൊണ്ട് നിർത്തുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാണ്, അംഗം തുടങ്ങണേ. ഇവിടെ നിന്ന് എല്ലാ വളവും കുഴി എന്ന് പറഞ്ഞാൽ അന്യായ കുഴിയാണ്. ഈ വളവും തിരിഞ്ഞങ്ങോട്ട് ചെന്നപ്പോൾ നമ്മുടെ വണ്ടി അവിടെ ബ്ലോക്കായി കിടക്കേണ്ട പറ്റിയത്. അത് മൊത്തം ടൈറ്റായിരുന്നു. കാരണം ഈ കുഴിയിലായതുകൊണ്ട് മാക്സിമം റൈറ്റ് ചേർത്തെടുത്തിട്ടേ വണ്ടി ഒന്ന് ടൈറ്റായി അവിടെ മൊത്തം ബ്ലോക്കായിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് എനിക്കങ്ങോട്ട് പാസ്സാകാൻ പറ്റിയത്. ആ ലോറിയുടെ പുറകെ ആയതുകൊണ്ട് ലോറി അങ്ങോട്ട് പാസ്സാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പാസ്സാക്കി പോകുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ലോറിയൊക്കെ നിർത്തി കഴിഞ്ഞാൽ അവിടെ മൊത്തം ബ്ലോക്കായിരുന്നു. ഇതൊന്നും റോഡില്ല. കാരണം ലെഫ്റ്റ് റോഡിൽ കയറ്റാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് വീല് റോഡിൽ കയറ്റിയാൽ റൈറ്റ് വീല് കുഴിയിലാണ്. അപ്പോൾ 2 വീലും കുഴിയിൽ തന്നെ ഇറക്കിയെടുത്ത് പോകണം ബാക്കിലാണ്. അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഭയങ്കര ചരിവായിരിക്കും. ഈ റോഡൊക്കെ കൂടി ശരിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വഴിയൊക്കെ പോകുന്ന ഡ്രൈവർമാർക്കൊക്കെ നമുക്ക് സുഖമാണ്. പിന്നെ താമസിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ തിരക്ക് ഇവിടെ ഇരിക്കും. അത് പറയാം. റോഡ് ശരിയാക്കാതിരിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ വലിയ വണ്ടിക്കാരിക്കാൻ നല്ലതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്. വണ്ടിക്കാരെന്തായാലും ഹൈ ഗിയറിട്ട് പതുക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. റോഡ് ശരിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറുകാരുടെയും ബസ്സുകാരുടെയും തിരക്കായിരിക്കും ഈ റോഡിൽ പോയി. ഇപ്പോൾ ആ ശല്യമില്ല.
ഈ വളവ് ഇത്തിരി ടൈറ്റ് വളവായിരുന്നു. അവിടെ മറ്റേ വണ്ടിയിൽ നിന്ന് ബ്ലോക്കായിരുന്നു, മൊത്തം ബ്ലോക്കായിരുന്നു. അവിടെ നിന്ന് കുറേ നേരം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് റിലീസായി പോകുന്നത്. പിന്നെ ഭാഗ്യത്തിന് ആ ഫ്രണ്ടിൽ വന്ന ലോറി ചവിട്ടി നിർത്തിയേക്കണതുകൊണ്ട് വേറെ കാറുകാരൊന്നും മുമ്പിലോട്ട് കയറി വന്നില്ല. കാരണം തന്നെ ആ ബ്ലോക്ക് നമുക്കധികം ബാധിച്ചില്ല. ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോയി. അവനവിടെ ലെഫ്റ്റ് ഫുള്ളായിട്ട് ഒതുക്കി നിർത്തിയിട്ട് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. അതിന് കയറ്റി വെച്ചെങ്കിൽ എനിക്ക് ലെഫ്റ്റ് സ്ഥലം ഉണ്ടാവില്ല, എനിക്കും കയറാനും പറ്റില്ല. അവിടെ കുറേ നേരമായിട്ട് ബ്ലോക്കായി കിടക്കണമായിരുന്നു തോന്നണം ആ മറ്റേ വണ്ടി Honda 40. കളിയൻ കൈ അടിച്ച് ചിരിച്ചിട്ടാണ് പോയത്. അതിനോട് ചവിട്ടി നിർത്തിയത് അവൻ ചവിട്ടി തന്നുകൊണ്ട് രക്ഷപ്പെട്ടില്ല. ഈ കാറ് മൊത്തം റൈറ്റ് കയറുന്നുണ്ടെങ്കിൽ നമ്മളും പെട്ടേനെ. ഇപ്പോൾ നമ്മളുകൊണ്ട് വലിയ മുമ്പിൽ പോയിക്കൊണ്ടിരിക്കണല്ലോ. ബ്ലോക്കിൽ കിടന്നിട്ട് പതുക്കെ തിരിഞ്ഞതുള്ളവർന്ന് രണ്ട് വളവ് ഇത്തിരി ഇത് വളവ് ഫുള്ള് റൈറ്റ് മാറ്റി എടുത്താലേ ലെഫ്റ്റിൽ റോട്ടേക്ക് നിൽക്കുള്ളൂ ടയർ. ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിയാനായിരുന്നു പ്രയാസം. ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ മൊത്തം കുഴിയും ഒരു രക്ഷയുണ്ടായിരുന്നു. അതൊന്നും വണ്ടിയൊന്നും വന്നില്ല അധികം, അതുകൊണ്ട് വലിയ കളിപ്പുണ്ടായിരുന്നില്ല. ഈ വല്ല വളവിൽ ഇവന്മാർക്ക് ഈ ടൈല് വിരിച്ച് കഴിയുന്നെങ്കിൽ വിരിക്കേണ്ട വിധത്തിൽ വിരിച്ചാൽ മതി. അപ്പോൾ ഈ സാധനം കുഴി വരില്ല. ഈ വളവ് തീരുന്നതിന് മുമ്പ് തന്നെ ടൈല് നിർത്തും, ബാക്കിയുള്ള സ്ഥലത്ത് മുഴുവൻ കുഴിയാവും. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ചവിട്ടാതെ ഇറക്കാനും പറ്റില്ല. ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി ടയറും ചൂടാവും, ഡ്രമ്മും ചൂടാവും. പിന്നെ പഞ്ചറും കിട്ടിക്കഴിഞ്ഞാൽ ആലോചിക്കാൻ കഴിയില്ല. ഈ വന്ന ലോറിക്കാരൻ അവൻ റോട്ടിൽ നിന്നും മാറി ആ വളവിൽ തിരിഞ്ഞ് നേരെയായി വണ്ടി. എന്നിട്ട് അവൻ ഉള്ളവരൊന്നും മാറ്റിണ്ടായിരുന്നില്ലേ. ഞാൻ മാക്സിമം ലെഫ്റ്റ് ഇട്ടിട്ട് ഫ്രണ്ടിലെ ലെഫ്റ്റിലെ വീല് മണ്ണിലിറങ്ങിയിട്ടാണ് പോകുന്നത്.
വീലൊക്കെ നല്ല പഴുത്തിരിക്കണേ. പതുക്കിയോടെ ഒതുക്കി കുറച്ച് നേരം തണുപ്പിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ സീനാവും. പഞ്ചറായിട്ടില്ല ഇതുവരെ. ഞാൻ അങ്ങോട്ട് പോണ വഴിക്ക് പഞ്ചറാവണ്ടല്ലോ. ടയറിനൊന്നും ചൂടില്ല, പക്ഷേ ഡ്രമ്മിന് നല്ല ചൂടാണ്. ബൈക്ക് ഓട്ടിച്ചോട്ടി പഴുത്തിരിക്കണം. ഇവിടെ കൊണ്ടൊന്ന് ഒതുക്കിയത് വണ്ടി. റിസ്ക് ഒന്നുമില്ല. ഇവിടെ ഒരു വളവുണ്ട്, വളവിന് തൊട്ട് മുമ്പായിട്ടാണ്. വേറെ സ്ഥലം കിട്ടിയില്ല. അപ്പുറത്തും 2 സ്ഥലത്ത് സ്ഥലം ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ വണ്ടിയായിരുന്നു. പഴുത്തിരിക്കണേ, ഇപ്പോഴും ചൂട് മാറിയിട്ടില്ല. കുറച്ച് നേരം കൂടി കിടന്നിട്ട് പോകും. ഒരു അരമണിക്കൂർ കൂടി കിടന്നിട്ട് പതുക്കെ എടുക്കാം. ഗിയറിൽ തന്നെ ഇറങ്ങണം, സെക്കൻഡ് ഗിയറിൽ തന്നെ ഇറങ്ങിയാൽ മതി, ചവിട്ടണില്ല. അപ്പോൾ അങ്ങനെ ഇറങ്ങിയിട്ടും ഒരു രക്ഷയില്ല. ബാക്ക് പിടിച്ചാണല്ലോ പോകുന്നത്. കാരണം അവിടെ മൊത്തം കട്ടറല്ലേ, ചവിട്ടാതിരിക്കാനും പറ്റില്ല. അപ്പോൾ ഒടുക്കത്തെ ചൂടായിട്ടുണ്ട് വണ്ടി. ഇന്നലെ രാത്രി വന്നിട്ട് പകല് വെളുപ്പിനെ തന്നെ ഇങ്ങോട്ട് കയറി പോകുന്ന വെച്ചെങ്കിൽ ആ ചൂട് ആവണ സമയത്തിന് മുമ്പായിട്ട് നമ്മൾ ഇവിടെ പാസ്സായിന്. ഇത്തിരി ലേറ്റായിപ്പോയി അവിടെ നിന്ന് വണ്ടി എടുത്തപ്പോൾ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് നേരെ വഴിക്കടവ് ചെക്ക് പോസ്റ്റിൽ കൊണ്ട് പൈസ കൊടുത്ത് അവിടെ തന്നെ അങ്ങോട്ട് ഫസ്റ്റ് ഒതുക്കിയിട്ട് അവിടെ കിടന്ന് അങ്ങോട്ട് ഉറങ്ങാം. അപ്പോൾ നമ്മളൊരു 3:30 ഇപ്പോൾ ചുരം ഇറങ്ങി നേരെ കൊണ്ടുപോയിട്ട് RTO ചെക്ക് പോസ്റ്റിൻ്റെ താഴെ വഴിക്കടവ് അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു 8 മണിയായിപ്പോൾ പതുക്കെ എടുത്ത് നേരെ വിടാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ തിരക്കില്ല, വണ്ടി തണുത്തിട്ടുണ്ട്, സ്മൂത്തായിട്ട് അവിടെ പോവാം. ഈ സമയത്ത് വലിയ തിരക്ക് റോട്ടിലില്ല. ഇവിടെ നിന്ന് നേരെ ഇനി എടുത്ത് നേരെ നിലമ്പൂർ പെരിന്തൽമണ്ണ. നേരെ പെരിന്തൽമണ്ണ കഴിഞ്ഞിട്ടുള്ള കയറ്റം കയറി ഇവിടെ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഫുഡ് അടിക്കാൻ പറ്റുമെന്ന് നോക്കാം. നമ്മളെ വണ്ടി ഒരെണ്ണം പോയിട്ട് മുമ്പിൽ എവിടെ എത്തിയെന്ന് ആഗ്രഹം. അത് നേരത്തെ പോയി. ഞാൻ 2 മണിക്കൂർ താമസിച്ചെടുത്ത് അത് കഴിഞ്ഞിട്ട്. പല്ലാർവാടത്ത് എത്താൻ പോകും. ചേരാനല്ലൂർ ജംഗ്ഷൻ. അവിടെ ഒറ്റ വിടലായിരുന്നു. മറ്റേ വണ്ടിയിലൊന്നും നോക്കിയില്ല. ആ വണ്ടിയൊക്കെ വഴി കിടന്ന് ഉറങ്ങണമായിരുന്നു. അവിടെ പട്ടാമ്പിയിലൊക്കെ കിടന്ന് ഉറങ്ങണമായിരുന്നു. ഞാൻ പട്ടാമ്പി കൊണ്ടൊന്ന് നിർത്തി ഞാൻ ഇങ്ങോട്ട് പോരുകയും ചെയ്തു പെട്ടെന്ന് തന്നെ. ഏറ്റവും ഫസ്റ്റ് ഇന്നലെ കാട് പാസ്സായ വണ്ടി അവിടെ വഴി കിടന്ന് ഉറങ്ങേണ്ടത് ഒക്കെ വരുള്ളൂ. ഇനിയിപ്പോൾ ഇതിപ്പോൾ അവിടെ പാർക്കിങ്ങിൽ കൊണ്ടിടുക, നേരെ വീട്ടിലേക്ക് പോയിട്ട് തിങ്കളാഴ്ച വന്നിട്ട് വേണം എൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ റെഡി ആകുമ്പോൾ തിങ്കളാഴ്ച വന്നിട്ട് കണ്ടേറണം. എന്നാലേ ഈ പണി അങ്ങോട്ട് തീരുള്ളൂ.
അപ്പോൾ പോന്നിട്ട് വണ്ടി പാർക്കിങ്ങിൽ കൊണ്ടുവന്നിട്ട്, കാരണം GDKയിലേക്ക് ഇപ്പോൾ കയറാൻ പറ്റില്ല, 4 മണിയായിട്ടുള്ളൂ. അവൻ 6 മണിയാകുമ്പോൾ കയറുള്ളൂ. കയറി കഴിഞ്ഞിട്ട് ഇനി അവിടെ സ്ഥലമില്ലെന്നുണ്ടെങ്കിൽ അവിടെ വട്ടം ഇട്ടിട്ട് പോകേണ്ടി വരും. വട്ടം ഇട്ടാൽ പിന്നെ വണ്ടിയുടെ അകത്ത് താക്കോലൊക്കെ വെക്കേണ്ടി വരും. പിന്നെ ആരൊക്കെയാണ് വണ്ടി എടുത്ത് മാറ്റണമെന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ അകത്ത് വട്ടം ഇടണല്ലോ എന്തായാലും. ഇവിടെ പാർക്കിങ്ങിൽ ഇട്ടിട്ട് നാളെ രാവിലെ അമ്മമാർ വിളിക്കുന്ന സമയത്ത് വന്നിട്ട് പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എടുത്ത് അങ്ങോട്ട് കയറ്റിയാൽ മതിയല്ലോ. ഇപ്പോൾ എല്ലാം റെഡി. വണ്ടി കൊണ്ടുവന്ന് വണ്ടി പാർക്കിങ്ങിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ തിങ്കളാഴ്ച വന്നിട്ട് കണ്ടിറക്കണം. നാളെ രാവിലെ അല്ല, നാളെ വൈകുന്നേരമൊക്കെ ആവും. ഇപ്പോൾ ഇന്ന് സൺഡേ ആയി. പോവാം. ഇപ്പോൾ സമയം 4:52. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം രാവിലെ വെളുപ്പിനെ കൊണ്ടുവന്നിട്ട് വണ്ടി ഇട്ടിട്ട് പോയത് ഇവിടെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ GDKലിൻ്റെ അകത്തേക്ക് കയറി പേപ്പറൊക്കെ റെഡിയാക്കാനായിട്ട് എന്നിട്ട് ഇതുകൊണ്ട് വല്ലാറും എടുത്തുകൊണ്ട് സ്റ്റാക്ക് ചെയ്യണം. അപ്പോൾ അത് റെഡിയായെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വണ്ടി എടുത്തിട്ട് GDKലിലേക്ക് മൂവ് ചെയ്യണം. എന്നിട്ട് അവിടുത്തെ പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നേരെ വല്ലാറുപാടത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് കണ്ടെയ്നർ സ്റ്റാക്ക് ചെയ്യണം. GDKലിലെ വർക്കൊക്കെ കഴിഞ്ഞ് 3 വണ്ടിയും പുറകെ വല്ലാറുപാടത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് സീല് കാണിച്ച് സ്റ്റാക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇറക്കാനുള്ള ബാറ്റും സ്ലിപ്പും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇറക്കേണ്ടത് 3A26 ഇറക്കേണ്ടത്. 3A26 യാർഡിലേക്ക് പോകും. അവിടെ വണ്ടിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇറക്കി കിട്ടും. തിരക്കുണ്ടെങ്കിൽ പെട്ട് കപ്പലിലെ പണിയൊന്നും കാണല്ലോ അവിടെ നോക്കിയിട്ട്. ലാസ്റ്റത്തെ യാർഡാണ് 3A യാർഡ്. ലാസ്റ്റത്തെ യാർഡിന് 3A26 ഉള്ള അവിടെ ഒരു 5 വണ്ടി 4 വണ്ടി കയറി കിടക്കണം. അതൊക്കെ മിക്കവാറും 26 തന്നെ ആയിരിക്കാം. 26 ആണ്. 43 വരെ ലൈനുണ്ട്. അപ്പോൾ 43 എന്ന് പറയുമ്പോൾ ഒരു 26 ഫസ്റ്റത്തെ വണ്ടി കിടക്കുന്നത് 26 ഇവിടെ ഫസ്റ്റത്തെ വണ്ടി കിടക്കുന്നത് 26 അപ്പോൾ ആ ലൈനിൽ പതുക്കെ ഇവിടെ പിടിച്ചിടാം. 42 പണി കഴിഞ്ഞു. വിശാൽനഗർ പോയിട്ട് വന്ന് തിങ്കളാഴ്ച രാവിലെ കണ്ടിറക്കി. വ്യാഴാഴ്ച രാത്രി പോയി തിങ്കളാഴ്ച രാവിലെ വന്ന് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് വന്നിട്ട് കണ്ടെയ്നർ ഇറക്കി. അങ്ങനെ ആ പണി അങ്ങോട്ട് കഴിഞ്ഞു.